തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാ വിളയാട്ടം. ഗുണ്ടാ പിരിവ് നൽകാത്തതിനാൽ സ്ഥാപന ഉടമയെയും ജീവനക്കാരെയും മർദ്ദിക്കുകയായിരുന്നു. തിരുവനന്തപുരം പുത്തൻതോപ്പ് ആശുപത്രിക്ക് സമീപം കോഴിക്കട നടത്തിയിരുന്ന ഹസനെയും ജീവനക്കാരെയുമാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സ്ഥിരം കുറ്റവാളികളായ കാള രാജേഷ്, സച്ചു, അച്ചുക്കുട്ടൻ എന്നിവരാണ് ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയതിനു ശേഷം ഇവർ മുരുക്കുമ്പുഴ ഭാഗത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. കടന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളിവിടെ കടയിലിരിക്കുന്ന സമയത്താണ് അപ്പുറത്തെ കടയിൽ ആൻറ്റി എന്ന് പറഞ്ഞത് വേറെ രണ്ടുപേർ വന്നിട്ട് കോഴിക്കടയെല്ലാം വെട്ടി നശിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും അവർ വെട്ടിക്കീറുകയും അതിനകത്ത് നിന്ന് കാശെടുക്കുകയും ചെയ്താണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് നമ്മുടെ കടയെല്ലാം വെട്ടിക്കീറുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ആരോട് ചോദിച്ചിട്ടാണ് ഇത് കോഴിക്കടയ്ക്ക് കൊടുത്തതെന്നും അയാളുടെ കയ്യിൽ നിന്ന് 10,000 രൂപയെങ്കിലും വാങ്ങിച്ച് അവർക്ക് കൊടുക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തിനങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരെന്നെ ഇവിടെ വെട്ടുകൊണ്ട് വെട്ടുകയും അടിക്കുകയും ചെയ്തു. അതിനുശേഷം ആ കോഴിക്കടക്കാരൻ വന്നപ്പോൾ അയാളെ റോട്ടിലിട്ട് വെട്ടുകയും ചവിട്ടുകയും അടിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എൻ്റെ പേര് ടിറ്റു. അവർ രണ്ടുപേരും കൂടെ അതിനകത്തുനിന്ന് ബഹളമായിരുന്നു. ബഹളമായിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൊലയൊക്കെ വന്ന് വെട്ടിയിട്ട് ഞാൻ അപ്പോഴും ഓടിക്കളഞ്ഞു. പിന്നെ ബാക്കി ആ ചെറുക്കം ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവൻ അടിക്കുകയൊക്കെ ചെയ്തു.